പി ചിത്തരഞ്ജൻ, മുസ്ലിം സ്ഥാനാർത്ഥി വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ ജയിച്ചിട്ടില്ല. അപ്പോൾ അവിടെ വർഗീയമായ രീതിയിലുള്ള എതിർപ്പ് മുസ്ലിം സമുദായത്തിനോട് മറ്റു വിഭാഗങ്ങൾക്കുണ്ട് എന്നനുമാനിച്ച CPM LDF ആ നിലയിലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ തീരുമാനിച്ചു എന്നാണോ കാണേണ്ടത്? ഒരിക്കൽ പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല, ഞങ്ങൾ നടത്തത്തുമില്ല. ഞങ്ങളുടെ പാരമ്പര്യം അതല്ല. ഷൈല ടീച്ചറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഇതുപോലൊന്നും പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളത് ചിന്തിച്ചാൽ മതി. ഷൈല ടീച്ചറിനെ പോലെ കേരളം അംഗീകരിക്കുന്ന, രാജ്യം അംഗീകരിക്കുന്ന ഒരു പൊതുപ്രവർത്തകയ്ക്ക് ഇത് വല്ലതും പി ചിത്തരഞ്ജൻ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം, വേണമെങ്കിൽ പരാജയം വരെ നേരിടാം എന്ന് കരുതുന്ന UDF വടകര ഉൾപ്പെടുത്തിയിട്ടില്ല. ഷൈല ടീച്ചർ മത്സരിക്കുന്ന വടകര ഉൾപ്പെടുത്തിയിട്ടില്ല. അതല്ല, UDF അങ്ങനെ എന്ത് വേണമെങ്കിലും തിരിക്കാമല്ലോ. ഒരു ചക്ക വീണ് ഒരിക്കൽ മുയലി അത്തത്തും പറഞ്ഞ് എല്ലാ പ്രാവശ്യം 20 സീറ്റ് കിട്ടുമെന്ന് അവർ കരുതിക്കൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ ഇന്നത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചാത്തലത്തെക്കുറിച്ചും 2019 തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും എല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഇവരുടെ ഈ കണക്കൂട്ടുകളുടെ പൊള്ളത്തരം എത്ര വലുതാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ വിഷയം അതിലേക്ക് നമ്മൾ വരണമെങ്കിൽ രണ്ടാമത് വരാമെന്നാണ് നികേഷ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസിൻ്റെ CAA റാലിയും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെ മുഖ്യമന്ത്രി ഇറങ്ങി. ഞങ്ങൾ രാഷ്ട്രീയ പ്രചരണമല്ലേ നടത്തിയത്? കോൺഗ്രസ് എന്ത് നിലപാടാണ് എത്ര പ്രശ്നങ്ങൾ എടുത്തിട്ടുള്ളത്? ഞങ്ങൾ ഇടതുപക്ഷക്കാർ, ഞങ്ങൾ വലിയ ശക്തിയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഉള്ളവരെ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും പാർലമെൻറ്റിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അത്തരം BJP ഗവൺമെൻറ് നയങ്ങൾക്കെതിരായി ശക്തമായി ഞങ്ങൾ പ്രതിരോധിച്ചിട്ടില്ലേ? ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അറച്ചു തന്നിട്ടുണ്ടോ? ഞങ്ങളുടെ നിലപാടുകൾ സുവ്യക്തമായി പറഞ്ഞിട്ടില്ലേ? എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ അദ്ദേഹം പങ്കെടുത്തുള്ള റാലികളിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ മാത്രമാണോ പോയത്? ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ മാത്രമാണോ പോയത്? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ കേരളത്തിലെ എത്ര കേന്ദ്രങ്ങളിലാണ് അദ്ദേഹം പോയത് എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 3 സ്ഥലങ്ങൾ വീതമുള്ള എല്ലാ സ്ഥലങ്ങളിലും പങ്കെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കൽ പോലും വർഗീയ കാർഡ് കളിച്ചു കിട്ടണല്ല. എന്നാൽ വർഗീയ കാർഡ് കാണിച്ചുകൊണ്ട് ഏറ്റവും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് ഈ മുസ്ലിം, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. എന്താ പ്രശ്നം അതാണ്. ഈ വടകരയിൽ യാദൃശ്ചികമായി വന്നതല്ല. വടകര പോലൊരു സ്ഥലത്ത് ജയിക്കാൻ കഴിയണമെങ്കിൽ കഴിഞ്ഞ ദീർഘകാലമായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷത്തിൽ വിഭാഗപ്പെടുത്തൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അവരെ തെറ്റിദ്ധരിപ്പിച്ച കുറേയെങ്കിലും ഇപ്പുറത്ത് എത്തിച്ചെങ്കിൽ മാത്രമേ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ള ആ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അവർ വടകരയിൽ പയറ്റുവാൻ തയ്യാറായത്. അതിനുവേണ്ടിയാണ് വിഷലിപ്തമായ നിലയിലേക്കുള്ള പ്രചാരമെല്ലാം വർഗസമരത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്, ന്യൂനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് നോക്കൂ, നിങ്ങൾ വടകരയിലെ സ്ട്രാറ്റജി ഒരുപക്ഷെ മറിച്ചായിരിക്കുമെങ്കിൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം മാത്രമാണ് CPM LDF പറഞ്ഞതെന്നാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം വിലയിരുത്തിയത്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാനൊരു ശിശുവാശമാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ മുമ്പിൽ. കാര്യം അദ്ദേഹം വലിയ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പത്രപ്രവർത്തകനുമാണ്. പക്ഷേ ഞാൻ വളരെ വ്യക്തതയോടുകൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുള്ളത് ഈ രാഷ്ട്രീയ പാത്രമാണോ? ഇന്ത്യയിലെ ഈ മോദി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കെതിരായി ഞങ്ങളല്ലാതെ വേറെ ആരാ ശബ്ദിച്ചിട്ടുള്ളത്? ഇവിടെ UDFും കോൺഗ്രസും BJPക്കെതിരായിട്ടല്ലല്ലോ, ഞങ്ങൾക്കെതിരായി, കേരളത്തിലെ സർക്കാരിനെതിരായി, പിണറായി വിജയനെതിരായി ഇല്ലാത്തതും ആയിട്ടുള്ള ഒത്തിരി കള്ളക്കഥകൾ കെട്ടി ഉണ്ടാക്കിക്കൊണ്ട് അത് പ്രചരിപ്പിക്കാനല്ലേ തയ്യാറായത്? ഞങ്ങളല്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ നയത്തെയും തുറന്നു കാണിച്ചുകൊണ്ട് പ്രവർത്തിച്ചത്? ഞങ്ങളുടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളല്ലേ തൊഴിലാളികളുടെ വിപുലമായിട്ടുള്ള റാലികളും ക്യാമ്പയിനുകളും കുടുംബസംഗമങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീർന്നതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ ഞങ്ങളല്ലാതെ വേറെ ആരാണ് സംഘടിപ്പിച്ചത്? രാജ്യത്തെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം, പട്ടിണി ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ അതിനുവേണ്ടിയുള്ള പ്രചരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഞങ്ങളല്ലാതെ വേറെ ആരാണ് സംഘടിപ്പിച്ചത്? ഞങ്ങൾ വളരെ വ്യക്തതയോടുകൂടി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഓരോന്നായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്നാൽ ഇവിടെ UDFും കോൺഗ്രസും എടുത്തത് അവരുടെ മുഖ്യശത്രു കേരളത്തിൽ ഇടതുപക്ഷമാണെന്നുള്ളത് കൊണ്ട് ആ ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുവാൻ അടക്കമുള്ള താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. Debate with MV Nikesh Kumar.